ശരി, ഇപ്പോൾ സുജു ടി ബാബു കൂടിയുണ്ട്. സുജു, ഈ ശക്തികുളങ്ങരയിലൊക്കെ കൊല്ലം ജില്ലാ കളക്ടറൊക്കെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ അവിടെയുള്ള സ്ഥിതി എങ്ങനെയാണ്? കുളങ്കരയാണ്. ഇവിടെ അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് IAS ഉൾപ്പെടെയുള്ള സംഘം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ കമ്പനിയുടെ സാൽവേജ് കമ്പനിയാണ് ഇതിന്റെ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ കമ്പനി അധികൃതർ അവരേൽപ്പിച്ച സാൽവേജ് കമ്പനിയുടെ അധികൃതർ ഇവിടെ എത്തി കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന കളക്ടർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കടൽ മാർഗം മാത്രമേ ഇനി റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ സാധ്യമാകത്തുള്ളൂ. കാരണം ഈ കൊല്ലം ശക്തികുളങ്ങരയിൽ 9 കണ്ടെയ്നറുകളാണ് ഇവിടെ അടിഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് കണ്ടെയ്നറുടെ ദൃശ്യങ്ങൾ. ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ തുടരുകയും ചെയ്യുകയാണ്. ഈ കടൽ മാർഗത്തിലേക്ക് എത്തുവാൻ അത്തരമൊരു സാധ്യത ആരായാൻ പ്രധാനപ്പെട്ട കാരണം ഈ റോഡുകൾ വളരെ കൺജസ്റ്റഡ് ആണ്, വളരെ ഇടുങ്ങിയ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ ഉയർത്തണമെങ്കിൽ വലിയ ക്രെയിനുകൾ കൊണ്ടുവരേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അസാധ്യമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ റോഡ് മാർഗം ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുക എന്നത്. അതിനാൽ തന്നെ ഈ കൊല്ലം ജില്ലയിൽ അടിഞ്ഞിരിക്കുന്ന ഏതാണ്ട് 29ഓളം കണ്ടെയ്നറുകളാണ് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുന്നത്. അവിടെ നിന്ന് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് അത് കടൽ മാർഗം കൊണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ്. അതായത് ഈ ഓഫ് ഷോർ ഓപ്പറേഷൻ തന്നെയാണ് ഇവർ അതിന് പ്രാധാന്യം നൽകുന്നത്. ഈ കടലിലേക്ക് സാൽവേജ് കമ്പനി വലിച്ച് അടുപ്പിച്ച ശേഷം എന്തായാലും ഇന്ന് പ്രതികൂല കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇപ്പോൾ അത്തരം ഒരു ഓപ്പറേഷനിലേക്ക് കാര്യങ്ങൾ കടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കില്ല. ഇപ്പോൾ രാജ്കുമാർ സൂചിപ്പിച്ച പോലെ ചിലയിടങ്ങളിൽ അത്തരം ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും അത് പരാജയപ്പെടുന്ന ഒരു ഘട്ടമാണ്. എന്തായാലും ഇത്ര ദിവസം എടുക്കും ഇത്തരം ഓപ്പറേഷൻ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കണ്ടെയ്നർ നമുക്ക് പിന്നിൽ കാണാൻ സാധിക്കും. ഇതൊന്നും തന്നെ ഹസാഡസ് എലിമെന്റ് ഉള്ളതല്ല എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. അതായത് അപകടകരമായ വസ്തുക്കൾ നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വിവരം ലഭിക്കുമ്പോൾ ഏതാണ്ട് 13 കണ്ടെയ്നറിലാണ് ഹാനികരമായ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത്. അത്തരം കണ്ടെയ്നറുകളൊന്നും തന്നെ കൊല്ലത്തെ തീരത്ത് അടിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇന്നില്ല. രാത്രി ഇപ്പോൾ ഇവിടെയുള്ള ഈ കണ്ടെയ്നറുകൾ അത് ഇവിടെ തുടർന്നാൽ പോലും ഒരു ആശങ്കപ്പെടേണ്ടയോ ഒരു ഭീഷണിയോ തന്നെ ഇല്ല. എന്നിരുന്നാൽ പോലും ഇത് കൃത്യമായി തന്നെ ഇത് കരക്കെത്തിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഇത് തിരികെ ഈ കടൽ തീരത്തുനിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഈ കമ്പനി MSC കമ്പനി ഏൽപ്പിച്ചിരിക്കുന്ന സാൽവേജ് കമ്പനി അവരാണ് ഇത്തരം അപകടഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നത്. അവരുമായി ജില്ലാ ഭരണകൂടം ചർച്ച നടത്തിയിരുന്നു. അതിൽ സംസ്ഥാന സർക്കാരാണ് അല്ലെങ്കിൽ പോലീസാണ് ഇതിന് സുരക്ഷ കൃത്യമായി ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മറ്റു വിഭാഗങ്ങളെല്ലാം തന്നെ ഇതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാൽവേജ് കമ്പനി അധികൃതരുമായി കളക്ടർ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലാണ് ഇത് റോഡ് മാർഗം ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുക എന്നത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഇത് കടൽ മാർഗം തന്നെ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു കടലിലേക്ക് വലിച്ചെടുക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യത പരിശോധിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിൽ ഇനിയിപ്പം മറ്റ് സാധ്യതകൾ കൂടി ഇവർ ആരായുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത് പൊളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും. എന്തായാലും ഇന്ന് ഈ ശക്തികുളങ്ങരയിൽ അടിഞ്ഞിരിക്കുന്ന 9 കണ്ടെയ്നറുകളും ഇന്ന് നീക്കം ചെയ്യുകയില്ല. അഴീക്കലിലാണെങ്കിൽ മറ്റ് 2 കണ്ടെയ്നറുകളുണ്ട്. അങ്ങനെ ജില്ലയിൽ 29 കണ്ടെയ്നറുകൾ അതിലേതാണ്ട് ഭൂരിഭാഗവും 26ഓളം കണ്ടെയ്നറുകളും കാലിയാണ്. അതിലൊന്നും തന്നെ വസ്തുക്കൾ സാധന സാമഗ്രികൾ ഇല്ലായിരുന്നു. പിന്നീട് അവശേഷിക്കുന്ന 2-3 കണ്ടെയ്നറിലാണ് ഈ സാധനങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. ആ കണ്ടെയ്നറിൽ ഉൾപ്പെട്ട കാര്യങ്ങളൊന്നും ഹസാഡസ് ഹാനികരമായ വസ്തുക്കളില്ല എന്നതും ആശ്വാസകരമാണ്. അഴീക്കൽ തുറമുഖത്ത് അല്ലെങ്കിൽ അഴീക്കൽ കടൽ തീരത്ത് ചെറിയ അഴീക്കൽ കടൽ തീരത്ത് എത്തിയിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ അകത്ത് ഒരു കോട്ടൺ വസ്തുക്കൾ അടങ്ങിയ അത് ആയിരുന്നുള്ള സ്ഥിരീകരണവും അവിടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറഞ്ഞു വെക്കാൻ സാധിക്കുന്നതാണ്. വർഷ. ശരി സുജു, കൊല്ലത്ത് അടിഞ്ഞുകൂടിയ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുവൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. മാത്രമല്ല കടലിലൂടെ മാത്രമേ ഇനി കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നുള്ള വിവരം കൂടിയുണ്ട്. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.